ഹലോ, നമ്മൾ ഇന്ന് ചാവക്കാടുള്ള ഫാം വില്ല കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് കമലു വന്നത് പ്രമാണിച്ചാണ് നമ്മളുടെ ഈ യാത്ര. പതിവ് പോലെ അപ്പിച്ചി, അമ്മച്ചി, സോനു, സുഡു, ഞാനും കമലും ഉണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ചാവക്കാടുക്ക് 52 കിലോമീറ്റർ ആണുള്ളത്. ഏകദേശം 1 മണിക്കൂർ 24 മിനിറ്റ് എടുത്തു നമ്മൾ എത്താനായിട്ട്. ഇതിലും നല്ലൊരു സ്പോട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ പോയി കാണാനില്ല എന്ന് തന്നെ ഞാൻ പറയും. ഇതിനകത്തെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ സ്നേഹിക്കാൻ ഇഷ്ടമുള്ള, കാണാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഇങ്ങോട്ട് പോരെ, ഇത് നിങ്ങൾക്കുള്ള സ്ഥലം തന്നെയാണ്. 200 രൂപയായിരുന്നു ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ്. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീ ഉണ്ടായിരുന്നില്ല കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഇതാ ഇയാളെയാണ്. ആള് പ്രഗ്നന്റ് ആണ്, നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് നൂറ. നൂറ സുന്ദരിയാണ് കേട്ടോ. നൂറയ്ക്ക് കൊടുക്കാൻ എല്ലാവരുടെയും കയ്യിൽ പുല്ല് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കുറച്ചായിട്ട് നൂറയ്ക്ക് ഫീഡ് ചെയ്തു. ഇവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാണ് കേട്ടോ. എന്ത് ഭംഗിയെ നോക്കി കാണാനായിട്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ നീറ്റ്നെസ് ആണ്. എന്ത് ക്ലീൻ ആണ്. എവ്രി കോർണർ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും ചെടികളും പൂക്കളും വരെ അതുകൊണ്ട് തന്നെ നല്ല ഉഷാർ ആൻഡ് ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ 2 വെള്ള അരയന്നങ്ങൾ കണ്ടില്ലേ. ഇവിടെ നമുക്ക് 2 ബ്ലാക്ക് അരയന്നങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ആ അരയന്നങ്ങളുടെ സ്പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഏതിലേ ഒരു വഴി കണ്ടാലും ഞാൻ അങ്ങോട്ട് തന്നെ പോകുമായിരുന്നു കേട്ടോ. അതിന് തൊട്ടടുത്ത് കാണുന്നത് കോയി കാർപ്പിന്റെ ഒരു ടാങ്കാണ്. ഫിഷിനെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഫീഡ് ചെയ്യാൻ വന്നപ്പോഴാണ് എനിക്ക് എന്തോ ഒരു പേടി പോലെ. പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, അത് നമ്മുടെ കൈ കയറി വന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളും. 10:30 അവിടെ ഓപ്പൺ ചെയ്യുന്ന സമയം. നമ്മളൊരു 11 മണിയോടെ എത്തിയതുകൊണ്ട് തിരക്കൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അടുത്ത സെക്ഷൻ കുറേ വെറൈറ്റി ആടുകളെ കണ്ടു കേട്ടോ. ആടിന് ഫീഡ് ചെയ്യാൻ പോപ്കോൺ ആണ് തന്നിരുന്നത്. അപ്പിച്ചിക്ക് വളർത്തുമൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പിച്ചി കുറേ നേരം അതിനെ പുനരിപ്പിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ടർക്കി എന്ന് പറഞ്ഞൊരാളുണ്ട് ഇവിടെ. ആള് തിന്നുന്ന ഭക്ഷണം മുഴുവൻ കൊഴുപ്പായിട്ട് വാലിലേക്കാണ് പോണേ കേട്ടോ. പാവം, അതിൻ്റെ വാലൊന്നും നോക്കി. ഇവന് 4 കൊമ്പുണ്ട്. പക്ഷെ പാവാട്ടോ, എത്ര നേരം വേണമെങ്കിലും തൊട്ട് നിൽക്കാം, അതൊന്നും ചെയ്യില്ല. ഒരു തമിഴ്നാടുകാരനുണ്ട് കേട്ടോ. ആള് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര ബിസി തീറ്റയായിരുന്നു. പുള്ളിമാനെ പോലെ തന്നെ ഇരിക്കുന്ന 2 സുന്ദരി ആടുകളുണ്ടായിരുന്നു. ഇയാളുടെ മുഖം പോലും കാണാൻ പറ്റുന്നില്ല, കുമ്പിട്ട് നിന്ന് ഭയങ്കര കഴുപ്പായിരുന്നു. 2 അടി മാത്രം ഉയരമുള്ള ഒരു കുഞ്ഞൂട്ടനെ കണ്ടോ നിങ്ങൾ? ആളൊരു മൈൻഡും ഇല്ലായിരുന്നു കേട്ടോ. ഒന്ന് തൊട്ടൊക്കെ നോക്കി, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മൈൻഡ് വോയിസിലായിരുന്നു കേട്ടോ അതിൻ്റെ നോട്ടം. ആക്ച്വലി ഇത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും തീറ്റ ഉണ്ടോ എന്നാണ് ഈ എത്തിവലിഞ്ഞ് നോക്കുന്നത്. അങ്ങനെ അതിന് ക്യാരറ്റ് കൊടുത്തു. പിന്നെ ടർക്കി കോഴികൾ, കഴുത, ഒരു നല്ല വെള്ള കുതിര, ഒരു കുഞ്ഞി കുതിര, ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഈ സൈഡിലുണ്ടായിരുന്നത്. ഈ കുഞ്ഞൻ താറാവിനെ ഞാൻ കാർട്ടൂണിൽ മാത്രമായിട്ടോ കണ്ടിട്ടുള്ളത്. നേരിട്ട് കാണാൻ എന്തൊരു ക്യൂട്ടാണെന്നോ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. കണ്ടപ്പോഴേക്ക് ഓടി വന്നെങ്കിലും ആള് തൊടാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഫാം വില്ലയുടെ ഒരു സൈഡ് മാത്രമാണ്. ഇതിലും വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരുപാട് അനിമൽസ് ഇനി മറ്റൊരു സൈഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കണമെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അതുകൊണ്ട് ഇനി ആ കാഴ്ചകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.